Welcome to everybody for Part-3. ഈ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്. എന്താണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സുകൾ എന്നുള്ളതാണ്. വ്യത്യസ്ത തരം എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സുകൾ, അതേപോലെ തന്നെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സിൻ്റെ വർക്കിംഗ് മെത്തേഡ്സുകൾ, പിന്നെ എവിടെയൊക്കെയാണ് AHUs യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ കൺട്രോൾ എലിമെൻറ്റ്സ് ആണ് AHUസിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ കവർ ചെയ്യുന്നത്. നമുക്ക് എന്താണ് AHU അല്ലെങ്കിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ് എന്ന് നോക്കാം. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ്. അത് പുറത്തുനിന്നുള്ള എയറിനെ കളക്ട് ചെയ്യുന്നു, ഒന്നോ രണ്ടോ ഫിൽറ്റേഴ്സിൽ കൂടി കടത്തിവിട്ട് അതിൽ ഡസ്റ്റിനെ എല്ലാം റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കൂളിംഗ് കോയിലിൽ കൂടി കടത്തിവിടുന്നു. കൂളിംഗ് കോയിൽ കൂടി കടത്തിവിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് പോയിന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് കോയിലിൽ കൂടി കടത്തിവിടുന്നത്. അതേപോലെ തന്നെ ചില യൂണിറ്റിനകത്ത് ഹീറ്റിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായത് വിന്റർ സീസണിൽ നമുക്ക് എന്താ വേണ്ടത്, ചൂടല്ലേ വേണ്ടത്. അപ്പൊ ആ സമയത്ത് ഒരു ഹീറ്റിംഗ് കോയിൽ കൂടി കടത്തിവിടും. ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഈ എയറിനെ, ഈ കണ്ടീഷൻഡ് എയറിനെ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോവർ ഉപയോഗിച്ചിട്ട് ഡക്റ്റ് വഴി നമുക്ക് തണുപ്പിക്കേണ്ട ഏരിയയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു മെയിൻ ഫങ്ഷനാലിറ്റി AHUവിന്റെ. പക്ഷെ ചില പ്രൊജക്റ്റുകളിൽ അല്ലെങ്കിൽ ചില ബിൽഡിങ്ങിനകത്ത് ഇൻഡിവിജ്വൽ ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമുണ്ടായിരിക്കും. അതായത് ഒരു 10 റൂംസ് ഉണ്ടോയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 10 റൂംസിലും നമുക്ക് ഡിഫറെന്റ് കൂളിംഗ് ലെവലാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പം ഓരോ റൂമിനകത്തും ഇൻഡിവിജ്വൽ സെറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പം ആ സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വേരിയബിൾ എയർ ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഒരു യൂണിറ്റ്സ് യൂസ് ചെയ്യും. ഈ 10 റൂമിനകത്തും VAV ടെർമിനൽ യൂണിറ്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ AHUവിൽ നിന്ന് വരുന്ന എയറിനെ ഈ VAV യൂണിറ്റ്സിൽ കൂടി കടത്തിവിടുന്നു. അപ്പോൾ ഓരോ റൂമിനകത്തും നമുക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് വേറൊരു ഫംഗ്ഷൻ. അത് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. പിന്നെ ചില യൂണിറ്റ്സിനകത്ത് റിട്ടേൺ പോർഷൻ ഉണ്ടായിരിക്കും. റിട്ടേൺ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂൾ ചെയ്തുള്ള ഏരിയയിലുള്ള റിട്ടേൺ എയറിനെ തിരിച്ചെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഫ്രഷ് എയറിൽ കൂടി മിക്സ് ചെയ്തിട്ട് കൂളിംഗ് കോയിലും പിന്നെ അതുപോലെ തന്നെ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് കോയിലിൽ കൂടി കടത്തിവിട്ട് ബ്ലോവർ വഴി വീണ്ടും ആ ഏരിയയിലേക്ക് സെൻഡ് ചെയ്യുന്നു. പിന്നെ ചില യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് എക്സോസ്റ്റ് എയർ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ആ കൂൾ ചെയ്തിട്ടുള്ള ഏരിയയിൽ കംപ്ലീറ്റ് എയറിനെയും എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് പഠിക്കാം. അതിലെ കൺട്രോൾ സിസ്റ്റം വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം. പിന്നെ ഇതിന്റെ പ്രോഗ്രാമിംഗ്, ഇതിന്റെ കൺട്രോൾ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. കുറച്ച് കോംപ്ലക്സ് സ്ട്രാറ്റജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഈ കോംപ്ലക്സ് സ്ട്രാറ്റജി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ BMS കൺട്രോളർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു BMS സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള AHU ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രോൾ ഫങ്ഷനാലിറ്റിയും BMS കൺട്രോളർ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു BMS കൺട്രോളബിൾ AHU ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോയിന്റ്സുകളാണ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സുകളാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യാം. നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പഠിക്കാം. ഇതൊരു AHUവിന്റെ കൺട്രോൾ ആർക്കിടെക്ചർ ഡ്രോയിങ് ആണ്. നമ്മൾ ഫ്രഷ് എയർ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ എയർ ആണ്. അതിനെ ഒരു ഡാമ്പറിൽ കൂടി കടത്തിവിടുന്നു. ഡാമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ആണ്. എയർ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എയർ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാമ്പർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേറ്റ് മെക്കാനിസം ആണ് അത് ബേസിക്കലി. അതിന് ആ പ്ലേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ആക്ച്വേറ്റർ വെച്ചിട്ടാണ്. ഈ ആക്ച്വേറ്ററിനെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽ കൊടുത്തിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ആക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഈ പ്ലേറ്റും ഓപ്പൺ ഓർ ക്ലോസ് ആവും. അത് അതിൽ കൂടി പോകുന്ന എയർ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ഡാമ്പറിൽ കൂടി വരുന്ന എയർ ഉണ്ടല്ലോ, ഈ എയർ അതിനുശേഷം ഡാമ്പറിൽ കൂടി കടന്നതിന് ശേഷം ഫിൽറ്ററിലേക്കാണ് പോകുന്നത്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കണ്ടാമിനേഷൻസ്, ഈ ഫ്രഷ് എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില AHUവിനകത്ത് 2 ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു പ്രീ ഫിൽറ്റർ ഉണ്ടായിരിക്കും, ഒരു ബാഗ് ഫിൽറ്റർ ഉണ്ടായിരിക്കും. അതിനുശേഷം അതിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നു. കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഹീറ്റിംഗ്, വിന്റർ സീസൺ ആണെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യും. നോർമലി ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കോയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചില പ്രൊജക്റ്റിലെല്ലാം അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകൾ അങ്ങനെ അതിലെല്ലാം സ്റ്റീം ബേസ്ഡ് ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, വീണ്ടും
ഈ സപ്ലയർ ഫാനിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സമ്മർ സീസൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂളിംഗ് ആണ് വേണ്ടത്, അപ്പോൾ കൂളിംഗ് കോയിലേക്ക് കൊടുത്തു വിടുന്നു. കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ ചിൽഡ് വാട്ടർ കൂളിംഗ് കോയിലാണ്. ഈ കൂളിംഗ് കോയിലാണ് നമുക്ക് വേണ്ട സെറ്റ് പോയിന്റിലേക്ക് ഈ ടെമ്പറേച്ചറിനെ എത്തിക്കാൻ സാധ്യമാക്കുന്ന ഒരു മെക്കാനിസം, കൂളിംഗ് മെക്കാനിസം എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഈ സപ്ലൈ ബ്ലോവർ കംപ്ലീറ്റ് എയറിനെ പുള്ള് ചെയ്തിട്ട് വലിച്ചെടുത്തിട്ട് സപ്ലയർ ഡക്റ്റിലേക്ക് കൊടുക്കുന്നു. സപ്ലയർ ഡക്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ കണ്ടീഷൻ എവിടെയാണോ കണ്ടീഷൻ ചെയ്യേണ്ടത് ആ സ്പേസിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കും ഡക്റ്റ്. അപ്പൊ ഈ എയർ കംപ്ലീറ്റ് ആ ഏരിയയിലേക്ക് എത്തുന്നു. അതിനുശേഷം അവിടെ കൂൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ എയറിനെ തിരിച്ചെടുക്കണം. അതാണ് റിട്ടേൺ എയർ ഡക്റ്റ് എന്ന് പറയുന്നത്. റിട്ടേൺ എയർ ഡക്റ്റിലേക്ക് ഈ എയർ കയറി വരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു റിട്ടേൺ ഫാൻ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്നല്ലെങ്കിൽ നമ്മൾ അതിനെ റീസർക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെ എക്സോസ്റ്റിലേക്ക് സെൻഡ് ചെയ്യും. ചില പ്രൊജക്റ്റിലെല്ലാം അല്ലെങ്കിൽ ചില ബിൽഡിങ്ങിന്റെ ഡിസൈൻ പ്രകാരം നമുക്ക് അവിടെ 100% ഫ്രഷ് എയർ ആവശ്യമുണ്ട്. അതായത് എത്ര ഫ്രഷ് എയർ കൊടുക്കുകയാണോ അത്ര തന്നെ ആ കൊടുത്ത എയറിനെ തന്നെ അവിടുത്തെ കൂളിംഗ് എല്ലാം ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് പുറത്തേക്ക് തന്നെ കളയണം, എക്സോസ്റ്റ് ചെയ്യണം. ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് 100% ഫ്രഷ് എയർ അപ്ലിക്കേഷൻ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു 100% ഫ്രഷ് എയർ അപ്ലിക്കേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എത്ര ഫ്രഷ് എയർ കടന്ന് ചെല്ലുന്നോ അത്ര എയറിന് തന്നെ പുറത്തേക്ക് എടുത്ത് കളയണം. അപ്പോൾ ഇവിടെ എക്സോസ്റ്റ് എയർ ഡാമ്പർ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കും, 100% ഓപ്പണിലേക്കായിരിക്കും അത് പോയിട്ടുണ്ടായിരിക്കുക. അപ്പം എത്ര ഫ്രഷ് എയർ അങ്ങോട്ട് പോകുന്നോ അത് കൂളിംഗ് ചെയ്തതിന് ശേഷം അത്രയും എയറിന് തന്നെ പുറത്തേക്ക് എടുത്ത് കളയുന്നു. നെക്സ്റ്റ് ആണ് വേറൊരു മെത്തേഡാണ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. റീസർക്കുലേഷൻ നോർമലി ചെയ്യുന്നത് പ്രഷറൈസേഷന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഏരിയ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കണ്ടീഷൻ സ്പേസിനെ പ്രഷറൈസ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ റീസർക്കുലേഷൻ അപ്ലിക്കേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ഫ്രഷ് എയർ ഡാമ്പർ ക്ലോസ് ചെയ്യണം, അതേപോലെ തന്നെ എക്സോസ്റ്റ് എയർ ഡാമ്പർ ക്ലോസ് ചെയ്യണം. അതിന്റെ മുന്നേ ഈ റിട്ടേൺ എയർ ഡാമ്പർ ഓപ്പൺ ചെയ്തിരിക്കണം. ആദ്യം റിട്ടേൺ എയർ ഡാമ്പർ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ എക്സോസ്റ്റ് എയർ ഡാമ്പർ ക്ലോസ് ചെയ്യണം, പിന്നെ ഔട്ട്ഡോർ എയർ ഡാമ്പർ ക്ലോസ് ചെയ്യണം. അപ്പം എന്തുണ്ടാവുന്നത്, ഈ എയർ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സപ്ലയറിൽ ഡക്റ്റിൽ കൂടി സപ്ലയർ കണ്ടീഷൻ സ്പേസിലേക്ക് കൊടുക്കുന്നു, റിട്ടേൺ എയർ തിരിച്ചു വരുന്നു, എന്നിട്ട് ഈ റിട്ടേൺ എയർ ഡാമ്പർ വഴി ഈ റിട്ടേൺ എയർ ഫ്ലോ ചെയ്യുന്നു. വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നോർമലി ഈ റീസർക്കുലേഷൻ എല്ലാം നടക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എക്സസീവ് ഗ്യാസ് വന്നിട്ടുള്ള ഒരു ഹസാർഡസ് സിറ്റുവേഷൻ ഒക്കെ വരുന്ന ഒരു കണ്ടീഷനിലാണ് റീസർക്കുലേഷൻ മോഡ് ഓൺ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എപ്പോഴും കൂളിംഗ് ആവശ്യമുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിലാണ് റീസർക്കുലേഷൻ മോഡിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ റീസർക്കുലേഷനിലായിരിക്കും അതുണ്ടായിരിക്കുക, കാരണം പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുക്കില്ല, അതേപോലെ തന്നെ ഈ എയറിനെ പുറത്തേക്ക് വിടാനും പാടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാവുന്നു. ഫയർ ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഈ ഒരു ഏരിയയിലുള്ള ഫയർ ഇൻസിഡന്റ് അല്ല, പുറത്ത്, അതായത് പുറത്തെ ഏരിയയിൽ എവിടെയെങ്കിലും ഫയർ ഉണ്ടായി. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുക, റീസർക്കുലേഷൻ മോഡ് ആക്ടിവേറ്റ് ആവുക. ഇതാണ് ഒരു AHUവിന്റെ കൺട്രോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ കൺട്രോൾ ഫംഗ്ഷനാലിറ്റി എല്ലാം ചെയ്യുന്നത് BMS കണക്റ്റഡ് AHU ആണെന്നുണ്ടെങ്കിൽ BMS കൺട്രോളറിലുള്ള പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും. ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്, പക്ഷെ വൺസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് ആ കൺട്രോളർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്തോളും. AHUവിന്റെ ക്രോസ് സെക്ഷണൽ ഗ്രാഫിക് ഇമേജ് ആണ്. ഫ്രഷ് എയർ വരുന്നു, ഒരു ഫ്രഷ് എയർ ഡാമ്പറിൽ കൂടി കടന്ന പ്രീ ഫിൽറ്ററിൽ എത്തുന്നു, അവിടെ നിന്ന് എയറിനെ ക്ലീൻ ചെയ്തിട്ട് ബാക്ക് ഫിൽറ്ററിലേക്ക് എത്തുന്നു. അതിനുശേഷം വീണ്ടും അതിനൊരു കൂളിംഗ് കോയിൽ വഴി നമുക്ക് വേണ്ട ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്നു. അതിനുശേഷം ഹീറ്റർ യൂണിറ്റ് വിന്റർ സീസണിലാണ് നോർമലി വർക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം അതൊരു സപ്ലൈ ഫാനിലേക്ക് കടത്തി വിടുന്നു. സപ്ലൈ ഫാൻ ബ്ലോ ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾക്ക് വേണ്ട ഏരിയയിലേക്ക് എയറിനെ സെൻഡ് ചെയ്യുന്നു. റിട്ടേൺ എയർ ഡക്റ്റിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സോസ്റ്റ് എയർ ഡക്റ്റ് ആണത്. റിട്ടേൺ എയർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ MAD എന്നുള്ള മിക്സ്ഡ് എയർ ഡാമ്പർ ഓപ്പൺ ചെയ്യും. അതേസമയം
ഈ EAD എന്നുള്ള എക്സോസ്റ്റ് എയർ ഡാമ്പർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ എയർ ഇതിൽ കൂടി റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ 100% എക്സോസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ മിക്സ്ഡ് എയർ ഡാമ്പർ ക്ലോസ് ആയിരിക്കും, എക്സോസ്റ്റ് എയർ ഡാമ്പർ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എയർ കംപ്ലീറ്റ് പുറത്തേക്ക് അതിനെ വലിച്ചു കളയും. ഇതാണ് ഒരു നോർമൽ AHUവിന്റെ ഒരു കൺട്രോൾ ആർക്കിടെക്ചർ. പിന്നെ ഇതിൻ്റെ കൂടെ മുകളിൽ കാണുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പം പ്രീ ഫിൽറ്ററിനും പിന്നെ അതുപോലെ തന്നെ ഹീറ്റർ യൂണിറ്റിന്റെ എല്ലാം മുകളിലായിട്ട് നിങ്ങൾക്ക് കുറെ സെൻസേഴ്സുകൾ കാണാം. ഈ സെൻസേഴ്സ് ഒക്കെ എന്തിനാണ് എന്നുള്ളത് നമ്മളിനി പഠിക്കും. 2 തരം AHUs ആണുള്ളത്. ഒന്ന് കോൺസ്റ്റന്റ് വോളിയം എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്, വേറെ ഒരെണ്ണം വേരിയബിൾ എയർ വോളിയം എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്. ഒന്നിനെ കോൺസ്റ്റന്റ് എയർ വോളിയത്തിന് CVAHU എന്ന് പറയും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം AHU എന്ന് പറയും. മറ്റേതിനെ VAVAHU എന്ന് പറയും, വേരിയബിൾ എയർ വോളിയം AHU. രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് ഓൺലി ഫാൻ സൈഡിൽ മാത്രമേ ഉള്ളൂ. അതായത് കോൺസ്റ്റന്റ് വോളിയം ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും ആ ഫാൻസ്, സപ്ലൈ ഫാൻസ് റൺ ചെയ്യാം. എപ്പോഴും ഒരേ സ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും ഡക്റ്റിൽ. പക്ഷേ VAVAHUs എന്ന് പറയുമ്പോൾ അവിടെ ഫാനിന്റെ സ്പീഡ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു BFD യൂണിറ്റ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉണ്ടായിരിക്കും. എന്തിനാണ് ഫാനിന്റെ സ്പീഡ് വാരി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സപ്ലൈ എയർ ഡക്റ്റിലുള്ള സ്റ്റാറ്റിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് സ്റ്റാറ്റിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്? ആക്ച്വലി ഒരു VAVAHUs VAV ടെർമിനൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. VAV ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റൂമുകൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സോൺസ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വലി ഒരു ഡാമ്പർ ഉള്ള ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും, സെപ്പറേറ്റ് ഡാമ്പേഴ്സ് ഉള്ള ഒരു യൂണിറ്റ്. ആ യൂണിറ്റിന് പറയുന്നതാണ് VAV ടെർമിനൽ യൂണിറ്റ്സ് എന്ന്, വേരിയബിൾ എയർ വോളിയം ടെർമിനൽ യൂണിറ്റ്സ്. ആക്ച്വലി അതൊരു ഡാമ്പർ മെക്കാനിസം ആണ് അതിനകത്തുള്ളത്. പിന്നെ ഒരു എയർ ഫ്ലോ കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും. അതായത് അവിടുത്തെ എയർ ഫ്ലോയെ കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ ആ ഏരിയയിലേക്കുള്ള എയറിനെ എന്ത് ചെയ്യുന്നത്, എയറിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എയറിന്റെ വോളിയത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സെറ്റ് പോയിന്റിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി അവിടെ എത്ര എയർ ഫ്ലോ വേണം എന്നുള്ളത് അതിന്റെ കൺട്രോളർ, അതായത് BAV ടെർമിനൽ യൂണിറ്റ്സിന് ഓരോ യൂണിറ്റ്സിനും ഓരോ കൺട്രോളർ ഉണ്ടായിരിക്കും. ആ കൺട്രോളർ കാൽക്കുലേറ്റ് ചെയ്യും എത്ര വോളിയം ഓഫ് എയർ ആ റൂമിലേക്ക് വേണം, ഇത്രയും ഡിഗ്രി ടെമ്പറേച്ചർ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴെന്ത് ചെയ്യും, അത്രയും എയർ വോളിയം റിക്വയർമെന്റ് വരുമ്പോൾ ഈ സപ്ലൈ എയർ ഫാനിൽ നിന്നാണ് ഇത്രയും എയർ വോളിയം അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഫാനിനെ സ്പീഡ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ വേണ്ടി വരും. അതായത് ഇപ്പൊ നമ്മൾ ഒരു 10 യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, 10 VAV ടെർമിനൽ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. എല്ലാ യൂണിറ്റ്സിന്റെയും ഡാമ്പർ 100% ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. അതായത് അവിടെ നല്ല കൂളിംഗ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവിടെ മാക്സിമം, അതായത് നല്ലൊരു സപ്ലൈ ഫാൻ നല്ല സ്പീഡിൽ റൺ ചെയ്തിരിക്കണം. കാരണം അവിടെ ഡക്റ്റില് അത്യാവശ്യം നല്ല സ്റ്റാറ്റിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ നമുക്കൊരു ഫാനിന്റെ സ്പീഡ് ഇത്ര RPM-ലായിരിക്കും ആ ഫാൻ റൺ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത്രയും CFM പ്രഷർ അല്ലെങ്കിൽ ഇത്രയും CFM ഓഫ് എയർ ആ ഡക്റ്റിൽ ഉണ്ടാവണം എന്നുള്ളത് ഈ VAV കൺട്രോളറിൽ നിന്നുള്ള കമാൻഡിനനുസരിച്ചിട്ട് ഒരു കൺട്രോളർ കാൽക്കുലേറ്റ് ചെയ്യും. ആ കൺട്രോളറാണ് ഇവിടെ C3 എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളർ. ആ കൺട്രോളറാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കൺട്രോളർ സപ്ലൈ ഫാനിന്റെ BFDക്ക് ഒരു കമാൻഡ് കൊടുക്കും, ടു റൺ ഈ ഒരു സ്പീഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇത്രയും സ്പീഡിൽ ഫാൻ റൺ ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ റൂമിലും ടെമ്പറേച്ചർ അച്ചീവ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക, അവിടേക്കുള്ള എയർ വോളിയം വാരി ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അപ്പം ഈ BAV ടെർമിനൽ യൂണിറ്റ്സിനകത്തുള്ള ഡാമ്പർ ആക്ച്വേറ്റേഴ്സ് ക്ലോസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്ന, അവിടേക്ക്
സപ്ലൈ ഫാനിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന എയറിനെ നമ്മൾ കുറയ്ക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യാം, ഡക്റ്റിന് പല പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ഈ ഫാനിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യണം. അഗെയിൻ ഈ കൺട്രോളർ അത് കാൽക്കുലേറ്റ് ചെയ്യും, എത്ര സ്റ്റാറ്റിക് പ്രഷർ ആണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളതും അതിനനുസരിച്ച് ഫാനിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു VAV AHUവിന്റെ കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഈ സ്പീഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ സെറ്റ് പോയിന്റ്, ഫാനിന്റെ സ്പീഡ് സെറ്റ് പോയിന്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു മെയിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ VAV ടെർമിനൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും ഒരു VAV AHUവിന് അതിന്റെ സബ് ഐറ്റംസ് ആയിട്ട്. എന്നിട്ട് ഈ VAVയുടെ ഡാമ്പർ ആക്ച്വേറ്റേഴ്സ് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച്, ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചും ഉണ്ടാകുന്ന സ്റ്റാറ്റിക് പ്രഷർ റിക്വയർമെന്റ് ആണ് ഇവിടെ ഈ സപ്ലൈ ഫാൻ കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് പ്രഷർ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യും. ആ സ്റ്റാറ്റിക് പ്രഷർ സെൻസർ അവിടെ വേണ്ട ഡക്റ്റിലെ സ്റ്റാറ്റിക് പ്രഷർ ഓൾവേസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ ഇത്ര ലിമിറ്റിൽ കൂടുതൽ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഫാനിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യണം. ഇതാണ് ഒരു VAV AHUവിന്റെ കൺട്രോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്, കോൺസ്റ്റന്റ് എയർ വോളിയം അല്ലെങ്കിൽ നോർമൽ AHUവിന്റെ പോലെ തന്നെയാണ് എല്ലാ ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യുന്നത്. എക്സോസ്റ്റ് എയറും പിന്നെ അതുപോലെ തന്നെ റീസർക്കുലേഷൻ മോഡും പിന്നെ ഔട്ട്സൈഡ് എയർ എടുത്തിട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്നതും എയർ ഫിൽറ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെ കൂളിംഗ് ചെയ്യുന്നതെല്ലാം കണ്ടീഷൻ ചെയ്യുന്നതെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഡക്റ്റിലെ സ്റ്റാറ്റിക് പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനവിടെ ഓരോ VAV ടെർമിനൽ യൂണിറ്റ്സിനും ഓരോ കൺട്രോളേഴ്സ് ഉണ്ടായിരിക്കും. ആ കൺട്രോളേഴ്സിൽ നിന്നുള്ള കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഈ ഫാനിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിലേക്ക് ഒരു കമാൻഡ് കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് ഫാനിന്റെ സ്പീഡ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫാനിന്റെ സ്പീഡ് വാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റും കൂടി യൂസ് ചെയ്യണം. അതിന്റെ പേരാണ് VFD, വാരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ വാരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിലേക്കാണ് BMS കൺട്രോളർ കമാൻഡ് കൊടുക്കുക. കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് അത് സ്പീഡ് വാരി ചെയ്യുന്നു ടു അച്ചീവ് ഇത്രയും സ്റ്റാറ്റിക് പ്രഷർ എന്നുള്ളതാണ്. ഡക്റ്റില് ഇത്രയും സ്റ്റാറ്റിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇതാണ് ഒരു ബേസിക് ആർക്കിടെക്ചർ, ബേസിക് കൺട്രോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. കുറച്ച് കോംപ്ലക്സ് ആണ് ഇത്. കോൺസ്റ്റന്റ് വോളിയം AHUവിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, പ്രോഗ്രാം സ്ട്രാറ്റജിയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഈ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ നമുക്ക് ടെർമിനൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് വ്യത്യസ്ത തരം ടെർമിനൽ യൂണിറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ടെർമിനൽ യൂണിറ്റ്സ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് കൺട്രോൾ എലിമെന്റ്സ് എന്നുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് പാർട്ട്.